बटर डाला ना നമ്മളിപ്പോൾ പഞ്ചാബി ധാബയിലാണുള്ളത്. പക്ഷെ പഞ്ചാബിലല്ല കേട്ടോ നമ്മളുള്ളത്, പാട്ടിയാല പഞ്ചാബി ധാബ എന്ന് പറഞ്ഞൊരു ധാബയിലാണ്. പക്ഷേ ഇത് തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ ബീച്ചിൽ നിന്ന് കയറി വരുമ്പോൾ 200 മീറ്റർ മുകളിലായിട്ടാണ് നമ്മുടെ ഈ പഞ്ചാബി ധാബ ഇവിടെ ഉള്ളത്. എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. നമ്മളെ ആദ്യത്തെ മലബാരീസിൻ്റെ ആദ്യത്തെ നോർത്ത് ഇന്ത്യൻ ഫുഡ് ട്രൈ ചെയ്യാണ്. അത് നോർത്ത് ഇന്ത്യയിൽ നമ്മൾ പോയിട്ടില്ലെങ്കിലും കേരളത്തിൽ വെച്ച് തന്നെ നമ്മളത് ട്രൈ ചെയ്യാൻ പോണ്. എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ കോവളം ബീച്ചിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒരു 200 മീറ്റർ മുന്നോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഈ പാട്ടിയാല പഞ്ചാബി ധാബ ഉള്ളത്. അപ്പോൾ നമ്മളിതൊരു പ്യുവർ നോർത്ത് ഇന്ത്യൻ ഡിഷസാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഇവിടുത്തെ ഫുഡൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ പുറത്തൊരു ബാൽക്കണി രൂപത്തിലുള്ള ഒരു ഏരിയയിലാണ് ഇരിക്കുന്നത്. അവിടെ കുറച്ചപ്പുറത്ത് നമുക്ക് ബീച്ച് കാണാം. രാത്രി ആയതുകൊണ്ട് വ്യൂ ഒന്നുമില്ല. എന്തായാലും നമ്മൾ ഫുഡ് പറഞ്ഞിട്ടുണ്ട്, ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഗോബി മഞ്ചൂരിയൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ സ്പെഷ്യലായ ബട്ടർ ചിക്കനും ആലു പൊറോട്ടയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മലബാരീസ് ആദ്യമായിട്ട് നോർത്ത് ഇന്ത്യൻ ഫുഡ് ട്രൈ ചെയ്യാൻ പോവാണ്. എങ്ങനെയുണ്ടെന്ന് ഫുഡ് വന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പഞ്ചാബി ധാബയിലെ കിച്ചണിൽ പോകാൻ നമുക്ക് പെർമിഷൻ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അവർ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അവരുടെ കിച്ചണ്. ഓണറാണ് കേട്ടോ, ഓണർ തന്നെയാണ്. പുള്ളി കിച്ചണിൽ വരുന്നുണ്ട്, ടേബിളിൽ വരുന്നുണ്ട്, എല്ലാ ജോലിയും പുള്ളി തന്നെ എടുക്കുന്നുണ്ട്. ഞാൻ കേരള സർ നസീം ഖാൻ ആണ് നമ്മുടെ, പുള്ളി ബീഹാറിക്കാരനാണ്. ഇവിടുത്തെ പഞ്ചാബി ധാബയുടെ ഓണറാണ്. 2016 സ്റ്റാർട്ട് ചെയ്തതാണെന്നാണ് പറഞ്ഞത് പഞ്ചാബി ധാബ. കൊറോണയ്ക്ക് കുറച്ച് അവർക്ക് സാധാരണ പോലെ തന്നെ ബിസിനസ് എല്ലാം എഫക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം കുഴപ്പമില്ലാതെ ഉഷാറായി വരുന്നുണ്ടെന്നാണ് പറയുന്നത്. अभी थोड़ा थोड़ा आ रहा है ना लोग, लेकिन फॉरेनर्स तो कम है, बहुत कम. हाँ, नॉर्थ इंडियन लोग आ रहे हैं. अच्छा, वैसे टेबल पे हाँ हाँ इतना ही है. നമ്മൾ പോയപ്പോൾ 2-3 നോർത്ത് ഇന്ത്യൻസിനെ കണ്ട്, അത്രേ ഉള്ളൂ കുറച്ച്. അപ്പോൾ നിങ്ങൾക്ക് കോവളം ബീച്ചിൽ വരികയാണെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഫുഡ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചാബി ധാബയിൽ വന്ന് ട്രൈ ചെയ്യാൻ പറ്റും. പാട്ടിയാല പഞ്ചാബി ധാബ. ഓക്കെ, ഫ്രൈഡ് റൈസ് बना रहे हैं हमारा. ये क्या बना रहा है? ഇത് നമ്മുടെ ചോർത്ത് ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട്. ഗ്രേവി ഒഴിച്ചിട്ടുണ്ടാകുന്നുണ്ട്. ഇത് ഗോബിക്ക് അല്ലേ ആണ്. അതായത് ഗോബി മഞ്ചൂരിയൻ ആണ്. ഗോബി ഇവിടെ ഫ്രൈ ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബട്ടർ ചിക്കൻ ഇതാ നല്ല അടിപൊളിയായിട്ട് ഇളക്കുന്നുണ്ട്. ഞാനാണ് ഭയക്ക മുഹമ്മദ് അസീമാണ് നമ്മുടെ ബട്ടർ ചിക്കൻ അടിക്കുന്നത്. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കാണാൻ നല്ല അടിപൊളിയായിട്ട് ഇളക്കുന്നുണ്ട് മുഹമ്മദ് അസീം. അത് കേട്ടാല മിൽക്ക് ഡാലറ അതൊരു മിൽക്ക് ഒഴിക്കുന്നുണ്ട് ബട്ടർ ചിക്കൻ കേട്ടോ. ബസ് ഗ്രേവി പहले बना के रखता है ना. हाँ, ഗ്രേവി റെഡി. ബട്ടർ ചിക്കനുള്ള ഗ്രേവി ഇവർ ആദ്യം റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്രേവി എല്ലാം സോട്ട് ചെയ്ത് അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് പാലെല്ലാം ചേർത്തിട്ടാണ് ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നത്. എന്തായാലും നമുക്ക് കാണാം. ഇത് ഗോബി ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഗോബി. അച്ഛാ, കുറച്ചത് കെച്ചപ്പ് ഒഴിച്ചിട്ടുണ്ട്. നാം ക്യാ സർ? സദ്ദാം സർ. സദ്ദാം ഭായ് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്യുന്നുണ്ട്. ജിഞ്ചർ, നമ്മുടെ സംഭവങ്ങളെല്ലാം, കാബേജ്, ക്യാപ്സ്, എന്താണ് ബീൻസ് ആണോ? ബീൻസ്, ക്യാരറ്റ്, കോളിഫ്ലവർ ഡാൽത്ത. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പോലെ നമ്മൾ ആദ്യം മറ്റേ ഷെയർ ഹോസ്റ്റലിൽ ഉണ്ടാക്കിയ അതേ ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. റെഡിയേ? ആഹാ, ധനിയ പത്ത. ആഹാ, ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ധനിയ പത്ത എന്ന് പറയുമ്പം മല്ലിയില, കൊറിയൻഡറിൻ്റെ ഇതിട്ട് ഗാർണിഷ് ചെയ്യും. അതുപോലെ തന്നെ കുറച്ച് ഫ്രഷ് ക്രീമും അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യുന്നതാണ്. ഇതിൽ നല്ല കളറുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രൈഡ് റൈസിനുള്ള സംഭവം ഇത്. ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. കടാനിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇളക്കുമ്പോൾ തന്നെ നല്ല സ്റ്റൈലുണ്ട് കാണാൻ.
അല്ല ഉപ്പിട്ടിട്ടുണ്ട്. ഡാല നമുക്ക് ഡാല ഉപ്പിട്ടിട്ടുണ്ട്. വീണ്ടും ഇളക്കുന്നുണ്ട്. വൈറ്റ് പെപ്പർ ഇട്ടിട്ടുണ്ട്. അതുപോലെ ബ്ലാക്ക് പെപ്പർ ഇട്ടിട്ടുണ്ട്. ഇത് വീണ്ടും നല്ല അടിപൊളിയായിട്ട് ഇരിക്കെ സോയ സോസ് ഇട്ടിട്ടുണ്ട്. ബട്ടർ ഡാലണം. അങ്ങനെ ഇത് നമ്മുടെ ഫ്രൈഡ് റൈസും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാണ്. 2 പ്ലേറ്റിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റി എല്ലാം കാണാം നമുക്ക്. ഇപ്പോൾ ഫ്രൈഡ് റൈസ് ആയിട്ടുണ്ട്, ബട്ടർ ചിക്കൻ ആയിട്ടുണ്ട്. ഈ ആലു പൊറാട്ടയും കൂടി ആയാലും നമ്മുടെ സംഭവം, ഗോബി മഞ്ചൂരിയനും ഉണ്ട്, അതും കൂടി ആയാലും നമ്മുടെ സംഭവം എല്ലാം റെഡിയാണ്. പെട്ടെന്ന് ചടപടാന്ന് പരിപാടി എടുക്കുന്നുണ്ട്. നമ്മുടെ മുതലാളി ഇവിടെ നമുക്ക് ആലു പൊറോട്ടയാണ്. ആലു പൊറോട്ട ബനാറായ നമ്മുടെ ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്പെഷ്യൽ ഡിഷാണ് ആലു പൊറോട്ട. നമ്മുടെ മലയാളികൾ കുറച്ചത് അധികാരം കഴിച്ചിട്ടുണ്ടാവില്ല, ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. ഇത് നോർത്ത് ഇന്ത്യൻസിൽ വളരെ പോപ്പുലറാണ്. അപ്പോൾ ഞാനിത് എനിക്ക് വളരെ ഇഷ്ടമായതുകൊണ്ട് ഞാനിത് ട്രൈ ചെയ്യാണ്. ഇങ്ങനെ ബട്ടറെല്ലാം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് കണ്ട നോർത്ത് ഇന്ത്യൻസിൻ്റെ ഡിഷിലെല്ലാം ബട്ടർ അവിടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. എല്ലാ ഐറ്റംസിലും ബട്ടർ യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാം. അത് ബട്ടർ അധികം കേടൊന്നുമില്ല, ഹെൽത്തിയാണ്. അപ്പോൾ എണ്ണയല്ല ഒഴിക്കുന്നത്, ബട്ടറാണ്. അതുകൊണ്ട് പേടിക്കാതെ ധൈര്യത്തിൽ കഴിക്കാം, ഹെൽത്തിയാണ്. ഗോബി മഞ്ചൂരിയൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ആദ്യം നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ഫ്രൈ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ കൂടെ क्या डाल रहा है सर? इसमें अभी चिल्ली सॉस डाल रहा है और सोया सॉस है. सोया सॉस इട്ടിട്ടുണ്ട്. केचप है और अदरक और जिंजर गार्लिक है ना? गार्लिक है, जिंजर नहीं है, जिंजर. പലരും ഗോബി മഞ്ചൂരിയൻ പല സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഗോബി മഞ്ചൂരിയൻ നല്ല കളറുണ്ട് കാണാൻ. ഇതും റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാ സംഭവങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ടേബിളിലോട്ട് പോവാണ്. ജാസറും സമീറും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർ കണ്ടിട്ടില്ല, നമുക്ക് പോവാം. നമ്മൾ കണ്ടതാണ് ഉണ്ടാക്കുന്നതൊക്കെ, നമ്മുടെ മുമ്പിൽ നിന്ന് ലൈവായിട്ട് ഉണ്ടാക്കി തന്നതാണ്. ഉണ്ടാക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് സംഭവം എന്ന് നമുക്ക് നോക്കാം. ഓർഡർ ചെയ്ത ഫ്രൈഡ് റൈസും കഴിക്കുകയാണ്. ബിസ്മില്ലാ. അപ്പോൾ ഇത് ആലു പൊറോട്ട നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതിനകത്ത് സ്റ്റഫ് ചെയ്തിട്ട് സ്പെഷ്യൽ മസാല എല്ലാം ചേർത്ത് ബട്ടറെല്ലാം ഒഴിച്ച് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ പൊറോട്ടയാണ്. നോർത്ത് ഇന്ത്യൻ പൊറോട്ടയാണ് ആലു പൊറോട്ട. നമുക്കിത് ആദ്യം ഇത് ഒറ്റക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ബിസ്മില്ലാ. നമ്മൾ കഴിക്കുന്ന പൊറോട്ടയിൽ നിന്ന് വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് ആലു പൊറോട്ടക്ക്. ആ കിഴങ്ങിൻ്റെ ആ രുചിയും അതുപോലെ ആ ബട്ടറിൻ്റെ ആ ടേസ്റ്റൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അച്ഛാ ഭായ് സൈ എന്താ ഫ്രൈഡ് റൈസ്? ഫ്രൈഡ് റൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ നമ്മൾ ഫ്രൈഡ് റൈസ് ബസ്മതി റൈസ് കൊണ്ടാണ് ഉണ്ടാക്കാറ്. സുഹൃത്തുക്കൾ അറിയാലോ, ഇത് ഏതോ ഒരു വീനസ് പറഞ്ഞിട്ടുള്ള ഏതോ അരിയെന്ന് നമ്മുടെ ഭായിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു. ഏതായാലും എല്ലാ വെജിറ്റബിൾസും ഞങ്ങൾ വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ് പറഞ്ഞത്. എല്ലാ വെജിറ്റബിളും മിക്സ് ചെയ്തിട്ട് നല്ല സ്പൈസി ആയിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ ഫ്രൈഡ് റൈസ് തന്നെ പറയാം. അതുപോലെ നല്ലൊരു വെറൈറ്റി ഫ്രൈഡ് റൈസ് ആണ് ഇത്. നമുക്ക് അടുത്ത ഡിഷായ ബട്ടർ ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നോർത്ത് ഇന്ത്യൻ സ്പെഷ്യലാണ് ബട്ടർ ചിക്കന്. ബട്ടറെല്ലാം ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് അല്പം ഒരു ഇച്ചിരി ബട്ടർ ചിക്കൻ്റെ ചിക്കൻ മാത്രം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ.
ഒന്നും പറയാനില്ല, അടിപൊളി. ബട്ടർ ചിക്കന് നമ്മളെ ആൾക്കാർ ഉണ്ടാക്കുന്നതാണ്, പക്ഷേ ഇവരുടെ സ്റ്റൈലിൽ വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പ്രത്യേക തരം മസാലയും ബട്ടറും എല്ലാം നന്നായിട്ട് അതിൽ മിക്സ് ചെയ്ത് യോജിച്ചിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഇതും കൂടി കഴിച്ചു നോക്കാം. ആലു പൊറോട്ടയും കൂട്ടി ബട്ടർ ചിക്കൻ്റെ ഗ്രേവി. നമ്മളെന്നും നമ്മളെ ബിരിയാണി, കുഴിമന്തി, അതുപോലെ നമ്മളെ ഈ സംഭവങ്ങളൊന്നും കഴിച്ചുകൊണ്ടിരിക്കാതെ വ്യത്യസ്തമായ ഫുഡുകൾ ട്രൈ ചെയ്യുക. ഈ പഞ്ചാബി ഫുഡും പഞ്ചാബി ധാബ അതുപോലെയുള്ള സംഭവങ്ങളെല്ലാം വന്ന് ഫുഡ് കഴിക്കാം. വ്യത്യസ്തമായ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നതാണ്. എന്തായാലും ഒരു രക്ഷയില്ല. അതായത് അവസാനത്തെ ഐറ്റായ ഗോബി മഞ്ചൂരിയൻ കൂടി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സമീറിന് വശന്നിട്ട് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ക്യാമറ പിടിച്ചിട്ട് നുണഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു രക്ഷയില്ല. പക്ഷെ നിങ്ങൾക്കിത് കാണിച്ചു തരാം എന്നുള്ള ലക്ഷ്യത്തിൽ സമീർ കുറച്ച് സഹിക്കാനും തയ്യാറാണ്. അല്ലേ സമീറ? അത്രേ ഉള്ളൂ. അതേ ഗോബി മഞ്ചൂരിയൻ വിത്ത് ആലു പൊറോട്ട. എല്ലാം ഒന്നിനൊന്നും മെച്ചാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ കഴിക്കട്ടെ. ഇന്ന് കോവളം ഇവിടെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മളെ റൂമിൽ പോയി സ്റ്റേ ചെയ്യും. നാളെ രാവിലെ നമുക്ക് കോവളത്തെ ബീച്ചിലെ കാഴ്ചകൾ കാണാം. അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ മറ്റു കാഴ്ചകൾ നമുക്ക് കണ്ടുമുട്ടാം. നമ്മുടെ സുഹൃത്തായ ഈ കടയുടെ ഓണറായ ഞാൻ പോലും സാർ നസീം ഖാനാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നസീം ഖാനെ കാണാൻ കഴിയും. അതുപോലെ പഞ്ചാബി ധാബയിലെ ഫുഡ് കഴിക്കാം. അപ്പോൾ നല്ല ഫുഡാണ്. ഫുഡ് എല്ലാവരും എൻജോയ് ചെയ്യാണ്. സമീറത് ഫ്രൈഡ് റൈസ് നല്ല അടിപൊളിയായിട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. സമീറ ഫ്രൈഡ് റൈസ് എങ്ങനെയുണ്ട്? ഒന്നും പറയാലോ, വിശപ്പിൻ്റെ ആണോ എന്ന് അറിയില്ല, അടിപൊളി ടേസ്റ്റ് ഉണ്ട്. പക്ഷേ എന്തായാലും രാവിലെ നിങ്ങൾ കണ്ട് പൊറോട്ട കഴിച്ചതാണ് സമീർ. ഉച്ചക്കൊന്നും കഴിച്ചില്ല. ചായ പരിപ്പുട ചായ ആ രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഫുഡ് കണ്ടപ്പോൾ എന്തോ ഒരു ഇതിൽ നന്നായിട്ട് ഇതേ ഇച്ചിരി കൂടി ആയാൽ സമീറിൻ്റെതായിട്ടുണ്ട്. ജാസർ ഓൾറെഡി ഇത് കഴിയുന്നുണ്ട് കേട്ടോ. ഇത് എല്ലാം വടിച്ചെടുത്തിട്ടുണ്ട്. നിൻ്റെ കൂടി കഴിയാനുള്ളൂ. എൻ്റെ കൂടി കഴിഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. അതോടുകൂടി നമുക്ക് ഈ വീഡിയോ വിളിച്ച് ബൈൻഡപ്പ് ചെയ്യാം. നാളെ മുതൽ നമ്മൾ കാണാൻ പോകുന്നത് തിരുവനന്തപുരം കോവളത്തെ കിടിലൻ കാഴ്ചകളാണ്. എന്തെല്ലാം മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെന്നെല്ലാം നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. അതുപോലെ ബീച്ചിൽ വരുന്ന മാറ്റങ്ങൾ, ഈ പരിസരത്തു നിന്ന് മാറ്റങ്ങൾ, മാളുകൾ എല്ലാം നമ്മൾ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ നാളത്തെ ഇതിലൂടെ തിരുവനന്തപുരത്തെ കുറിച്ചുള്ള വീഡിയോകളാണ് സുഹൃത്തുക്കളെ നാളെ നിങ്ങൾ കാണാൻ പോകുന്നത്. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നേരെ റൂമിലോട്ട് വിടാം. ഇനി നാളെ കാണാം. അതുവരേക്കും ബൈ ഫ്രോം മലബാരീസ്. ബൈ.